ഹലോ കൂട്ടുകാരെ, അപ്പം എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ എന്താണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തിയറീസ് ഓഫ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞ ഏരിയയാണ്. ഇത് മൊഡ്യൂൾ 5-ലാണ് HSA ഫിസിക്കൽ സയൻസിൻ്റെ സിലബസ് പരിശോധിക്കുമ്പോൾ തിയറീസ് ഓഫ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത് മൊഡ്യൂൾ 5-ലുള്ള ഒരു ചെറിയ പാർട്ടാണ്. അതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലോ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിലേക്ക് വരുന്നതെങ്കിൽ യു ആർ വെരി വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ ചാനൽ ഈസ് എൻറ്റയർലി ബേസ്ഡ് ഓൺ ദി കെമിസ്ട്രി റിലേറ്റഡ് വീഡിയോസ് ആണ് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർ കൂടിയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു കാര്യം കൂടി, നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾക്ക് ടുവേർഡ്സ് ദി എൻഡ് ഓഫ് ദി വീഡിയോ നമ്മൾ MCQs ബേസ്ഡ് ഓൺ ദിസ് തിയറീസ് ഓഫ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്ന ആ ഒരു പോർഷൻസും കൂടി ഡിസ്കസ് ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോൾ എന്താണെങ്കിലും ഈ വീഡിയോ വർത്തായിരിക്കും. ആസിഡ്സ് ബേസ് ഇൻഡിക്കേറ്റേഴ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഇൻട്രൊഡക്ഷൻ ടു ഇൻഡിക്കേറ്റേഴ്സിലേക്ക് പോവാണ്. വാട്ട് ആർ ഇൻഡിക്കേറ്റേഴ്സ്? ഇൻഡിക്കേറ്റേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? An acid-base indicator is a chemical substance that changes color at a specific pH range and is used to detect the end point of a titration or determine the acidity or basicity of a solution. ഒന്നുമില്ല. അപ്പോൾ ആസിഡ് ബേസ് ഇൻഡിക്കേറ്റർ നമ്മളെ ഇപ്പോൾ ഇൻഡിക്കേറ്റ് ചെയ്യുവാണ്. അവർ ശരിക്കും പറഞ്ഞാൽ ആ ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു നാച്ചുറൽ സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു ഇൻഡിക്കേറ്ററായിട്ട് വർക്ക് ചെയ്യുവാണ്. അത് ആസിഡ് ആണോ ബേസ് ആണോ എന്നുള്ളത്. അപ്പോൾ ആസിഡിൽ ഒരു നിറമായിരിക്കും, ബേസിൽ മറ്റൊരു നിറമായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് pH റേഞ്ച്, ഒരു സ്പെസിഫിക് pH റേഞ്ച്, നമുക്കിപ്പോൾ pH സ്കെയിൽ എന്ന് പറയുമ്പം 0 to 14 ആണ് pH സ്കെയിൽ. അവിടെ തന്നെ 0 to 7 എന്ന് പറയുന്നത് ആസിഡിക് റേഞ്ചാണ്, 7 to 14 എന്ന് പറയുന്നത് ബേസിക് റേഞ്ചാണ്, 7 എന്ന് പറയുന്നത് ന്യൂട്രൽ റേഞ്ചാണ്. അപ്പോൾ ഒരു സ്പെസിഫിക് pH റേഞ്ചിനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ കളറുള്ള ഒരു ഇൻഡിക്കേറ്റേഴ്സ് ആണ് ഈ ആസിഡ് ബേസ് ഇൻഡിക്കേറ്റേഴ്സ്. പൊതുവായിട്ട് നമ്മൾ ആസിഡ് ബേസിലാണ് കൂടുതലായിട്ടും ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഗുഡ് ഇൻഡിക്കേറ്റേഴ്സിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ദേ ആർ ഷാർപ്പ് ആൻഡ് ക്ലിയർ, കളർ ചേഞ്ച് അറ്റ് ദ ഡിസൈഡ് pH. ഏത് pHനാണോ അവിടെ അവർ ക്ലിയർ കളർ ചേഞ്ചും കാണിക്കണം, അതേപോലെ തന്നെ അവർ ഷാർപ്പും ആയിരിക്കണം. ഷാർപ്പ് ആൻഡ് ക്ലിയർ കളർ ചേഞ്ച് അറ്റ് ദ ഡിസൈഡ് pH. ഇപ്പം നമ്മളിപ്പോൾ ടൈട്രേഷനൊക്കെ ചെയ്യുകയാണെങ്കിൽ കെമിസ്ട്രി ലാബിൽ ചെന്ന് കഴിഞ്ഞാൽ അവർ പറയും ഒറ്റ ഡ്രോപ്പിലാണ് ആ ഒരു കളർ ചേഞ്ച് കാണാൻ പറ്റുന്നത്, കളർ ചേഞ്ച് വിസിബിൾ ആവാൻ പറ്റുന്നത്. അതായത് അവർ അത്രമാത്രം ഷാർപ്പായിരിക്കും, അത്രമാത്രം ക്ലിയർ ആയിട്ടായിരിക്കും ആ ഒരു അവരുടെ ആ ഒരു കടമ നിർവഹിക്കുന്നത്. ഓക്കെ, ഇറ്റ് ഡസ് നോട്ട് റിയാക്ട് വിത്ത് സൊല്യൂഷൻ കമ്പോണൻസ്. അതുപോലെ തന്നെ ഈ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത് ഇനേർട്ടാണ്, അവർ ഈ സൊല്യൂഷൻ കമ്പോണൻസുമായിട്ട് റിയാക്ട് ചെയ്യത്തില്ല. മൂന്നാമത്തെ പോയിന്റ്, ഈസിലി ഡിറ്റക്റ്റബിൾ ഈവൻ ഇൻ സ്മോൾ കോൺസെൻട്രേഷൻ. അതുപോലെ തന്നെ നമ്മൾ കെമിസ്ട്രി ലാബിലൊക്കെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒറ്റ ഡ്രോപ്പ് ഫിനോഫ്തലിൻ ആഡ് ചെയ്യുക, അല്ലെ 1 ഡ്രോപ്പ് മീഥൈൽ ഓറഞ്ച് ആഡ് ചെയ്യുക എന്ന് നമ്മളോട് പറയുന്നത്. അപ്പോൾ ഈസിലി ഡിറ്റക്റ്റബിൾ ഈവൻ ഇൻ സ്മോൾ കോൺസെൻട്രേഷൻ, വളരെ കോൺസെൻട്രേഷൻ കുറവാണെങ്കിൽ പോലും അത് അവരുടേതായ ആ ഒരു പ്രത്യേക ധർമ്മം ചെയ്തിരിക്കും. ദാറ്റ് ഈസ് ദേ വിൽ ഇൻഡിക്കേറ്റ് ദ പ്രസൻസ് ഓഫ് ആസിഡ് ഓർ ബേസ് എന്നുള്ളത്. ഓക്കെ, അടുത്തതായിട്ടുള്ളത് ദേ ആർ സ്റ്റേബിൾ അണ്ടർ എക്സ്പെരിമെന്റൽ കണ്ടീഷൻ. എല്ലാ എക്സ്പെരിമെന്റൽ കണ്ടീഷൻസിലും അവർ സ്റ്റേബിൾ ആയിരിക്കും എന്നുള്ളതാണ് അടുത്തത്. ഇനി ടൈപ്സ് ഓഫ് ഇൻഡിക്കേറ്റേഴ്സ് ഏതൊക്കെയാണ്? നമ്മുടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് നോക്കാം. ഒന്നാമത്തെ നാച്ചുറൽ ഇൻഡിക്കേറ്റേഴ്സ്, ലിറ്റ്മസ് ഇല്ലേ, ലിറ്റ്മസ് പേപ്പർ, ലിറ്റ്മസ്, പിന്നെ ടർമറിക്, റെഡ് ക്യാബേജ് ജ്യൂസ്, ഇതൊക്കെയാണ് നാച്ചുറൽ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഈ ലിറ്റ്മസ് എക്സ്ട്രാക്റ്റഡ് ഫ്രം ലിക്കൻസിൽ നിന്നാണ് ലിറ്റ്മസ് എക്സ്ട്രാക്ട് ചെയ്യുന്നത്. നമുക്കറിയാം 2 തരത്തിലുള്ള ലിറ്റ്മസ് പേപ്പർ ഉണ്ട്, അല്ലെങ്കിൽ ലിറ്റ്മസ് കളർ ഉണ്ട്. അതായത് റെഡ് കളർ ഉണ്ട്, അതുപോലെ തന്നെ ബ്ലൂ കളർ ഉണ്ട്. ഈ ബ്ലൂ കളർ ലിറ്റ്മസ് പേപ്പർ ബേസിൽ ബ്ലൂ കളർ തന്നെയായിരിക്കും, റെഡ് കളർ ലിറ്റ്മസ് പേപ്പർ ആസിഡിൽ റെഡ് കളർ തന്നെ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എന്താ കോഡ് പഠിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആസിഡിൻ്റെ അവസാനത്തെ ലെറ്റർ D അല്ലേ, അപ്പോൾ ഇവർ ആസിഡിൽ റെഡ് ലിറ്റ്മസ് റെഡ് കളർ തന്നെയായിരിക്കും കാണിക്കുന്നത്, അല്ലെ ആസിഡിൽ ബ്ലൂ ലിറ്റ്മസ് അവസാനം ഏത് കളറായിരിക്കും കാണിക്കുന്നത്? റെഡ് കളറാണ് കാണിക്കുന്നത്. ആസിഡിൽ റെഡ് കളർ മാത്രമേ കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ ബേസിലാണെങ്കിൽ ഫസ്റ്റ് ലെറ്റർ B അല്ലേ, അതുകൊണ്ട് ബേസിൽ ഇത് ഏത് കളറായിരിക്കും? ബ്ലൂ കളറായിരിക്കും. ബ്ലൂ ലിറ്റ്മസ് സൊല്യൂഷൻ ബേസിൽ ബ്ലൂ കളറായിരിക്കും, റെഡ് ലിറ്റ്മസ് സൊല്യൂഷൻ ബേസിൽ ബ്ലൂ കളറായി മാറും. അപ്പോൾ ബേസിൽ ബ്ലൂ, ആസിഡിൽ റെഡ്. അപ്പോൾ B കണക്ഷനും D കണക്ഷനും ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇനി ടർമറിക് യെല്ലോ ഇൻ ആസിഡ്, റെഡിഷ് ബ്രൗൺ ഇൻ ബേസ്. നമുക്കറിയാം ഇപ്പോൾ നമ്മുടെ കറികളൊക്കെ വീണ, പ്രത്യേകിച്ച് മഞ്ഞപ്പൊടിയൊക്കെ വീണ് കഴിഞ്ഞിട്ട് ഈ മഞ്ഞപ്പൊടി വീണ തുണി നമ്മൾ സോപ്പ് വെച്ചിട്ട് തിരുമ്പുവാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ആ മഞ്ഞപ്പൊടി വീണ അത്രയും ഭാഗം ആ മഞ്ഞ കളർ മാറിയിട്ട് ഒരു റെഡിഷ് ബ്രൗൺ കളറായിട്ട് മാറും. അതായത് നമ്മുടെ സോപ്പ് എന്ന് പറയുന്നത് ബേസ് ആണ്, അതുകൊണ്ടാണ് ടർമറിക് റെഡിഷ് ബ്രൗൺ ഇൻ ബേസ് കളറായിട്ട്
ചേഞ്ച് ചെയ്യുന്നത്. അടുത്തത് റെഡ് ക്യാബേജ് ജ്യൂസ് ആണ്. അത് നമുക്കിപ്പോൾ എക്സ്പെരിമെൻ്റ് നമ്മൾ യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ വൈഡ് റേഞ്ച് ഓഫ് കളേഴ്സാണ് റെഡ് ക്യാബേജ് ജ്യൂസ് കാണിക്കുന്നത്. അതും ഒരു നാച്ചുറൽ ഇൻഡിക്കേറ്ററാണ്. ഇനി അതുപോലെ തന്നെ സിന്തറ്റിക് ഇൻഡിക്കേറ്ററുണ്ട്. സിന്തറ്റിക് ഇൻഡിക്കേറ്ററിന് ബെസ്റ്റ് എക്സാമ്പിൾ നമ്മൾ ചെറിയ ക്ലാസ് മുതലേ പഠിക്കുന്നതാണ്. ഫിനോഫ്തലിൻ ഒരു സിന്തറ്റിക് ഇൻഡിക്കേറ്ററാണ്. വേറെ ഇൻഡിക്കേറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മീഥൈൽ ഓറഞ്ച്, മീഥൈൽ റെഡ്, ബ്രോമോ തൈമോൾ ബ്ലൂ എന്നൊക്കെ പറഞ്ഞ കുറേ അധികം ഇൻഡിക്കേറ്റേഴ്സ്. ഇതെല്ലാം സിന്തറ്റിക് ആണ്, മാൻമെയ്ഡ് ആണ്. ഇനി നമ്മുടെ ഇൻഡിക്കേറ്റേഴ്സിനെ ബേസ് ചെയ്തിട്ട് വരുന്ന ലോസ് അല്ല പറയുന്നത്, അല്ലെങ്കിൽ തിയറീസ് ആണ് പറയുന്നത്. ഫസ്റ്റ് വൺ ഈസ് ഓസ്റ്റ്വാൾ തിയറി ഓഫ് ഇൻഡിക്കേറ്റർ. ഈ ഒരു തിയറി പ്രപ്പോസ് ചെയ്തത് വില്യം ഓസ്വാൾഡ് ആണ്. ഓസ്റ്റ്വാൾസ് തിയറി ഓഫ് ഇൻഡിക്കേറ്റേഴ്സ് ഇത് പ്രപ്പോസ് ചെയ്തത് വില്യം ഓസ്വാൾഡ് ആണ്. ഈ അറീനിയസ് തിയറി ഓഫ് ആസിഡ്സ് ആൻഡ് ബേസസ് വെച്ചിട്ടാണ് ഈ ഒരു തിയറി പ്രപ്പോസ് ചെയ്തിരിക്കുന്നത് വില്യം ഓസ്വാൾഡ്. അറീനിയസ് തിയറി ഓഫ് ആസിഡ്സ് ആൻഡ് ബേസസ് വെച്ചിട്ടാണ് വില്യം ഓസ്വാൾഡ്സ് തിയറി ഓഫ് ഇൻഡിക്കേറ്റേഴ്സ് പറയുന്നത്. ഇതിൻ്റെ മെയിൻ അസംഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത് വീക്ക് ആസിഡ് അല്ലെങ്കിൽ വീക്ക് ബേസ് ആണെന്നാണ് അറീനിയസ് തിയറി അല്ലെങ്കിൽ ഓസ്വാൾഡ്സ് തിയറി. ഇത് ഓസ്വാൾഡ്സ് തിയറി എന്ന് പറയുന്നത് ശരിക്കും അറീനിയസ് തിയറിൻ്റെ ആ ഒരു ഇതാണ്. അപ്പോൾ വീക്ക് ആസിഡ് അല്ലെങ്കിൽ വീക്ക് ബേസ് ആണ് ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നു. വിച്ച് അണ്ടർഗോ ലിമിറ്റഡ് ഡിസോസിയേഷൻ ഇൻ അക്വസ് സൊല്യൂഷനിൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഡിസോസിയേഷൻ. അതായത് നമുക്കിപ്പം പറയാമെങ്കിൽ H2O പെട്ടെന്ന് തന്നെ H+ഉം OH- ആയിട്ട് മാറുന്നതിനെയാണ് നമ്മൾ പെട്ടെന്ന് തന്നെ സ്പോണ്ടേനിയസ് ഡിസോസിയേഷൻ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ വീക്ക് ആസിഡും വീക്ക് ബേസും ആണ്. അതുകൊണ്ട് വീക്ക് ആയതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് അങ്ങനെ ഫാസ്റ്റ് ഡിസോസിയേഷൻ, ലിമിറ്റഡ് ഡിസോസിയേഷൻ. ഇവിടെ ഇപ്പോൾ നോക്കിക്കേ, ഇവിടെ HIN, ഇവിടെ IN എന്ന് പറയുന്ന ഇൻഡിക്കേറ്ററിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ HIN ആണെങ്കിൽ അത് ഡിസോസിയേറ്റ് ചെയ്ത് H+ഉം IN- ആയിട്ട് മാറും. ഇവിടെ HIN എന്ന് പറയുന്നത് അൺഡിസോസിയേറ്റഡ് ഇൻഡിക്കേറ്ററും അതിനൊരു കളറായിരിക്കും. ഇനി IN- എന്ന് പറയുമ്പം അയണൈസ്ഡ് ഫോമാണ്, അതിന് മറ്റൊരു കളറുമായിരിക്കും. ഓക്കെ, അപ്പോൾ HIN എന്ന് പറയുന്നത് H+ഉം IN- ആയിട്ട് മാറുമ്പോൾ HIN-ന്റെ കളർ എന്താണോ അതിൽ നിന്ന് ഡിഫറെൻ്റ് ആയിരിക്കും IN- കളർ എന്ന് പറയുന്നത്. ഇനി ഹൗ കളർ ചേഞ്ച് ഹാപ്പൻസ്, എങ്ങനെയാണ് ഈ കളർ ചേഞ്ച് ഉണ്ടാവുന്നതെന്ന് നോക്കാം. അസിഡിക് മീഡിയത്തിലാണെങ്കിൽ H+ന്റെ അയോൺ കൂടുതലായിരിക്കും, അതായത് കോൺസെൻട്രേഷൻ ഓഫ് H+ കൂടുതലായിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ എന്താ പറഞ്ഞത്, HIN ഈസ് ഇൻ ഇക്വിലിബ്രിയം വിത്ത് H+ IN- എന്നുള്ളതാണ് നമ്മളിപ്പോൾ പഠിച്ച ആ ഒരു ഡിസോസിയേറ്റഡ് ഫോം എന്ന് പറയുന്നത്. അപ്പോൾ അസിഡിക് മീഡിയത്തിലാണെങ്കിൽ ഹൈ കോൺസെൻട്രേഷൻ ഓഫ് H+ അയോൺ ആവും, അതായത് H+ അയോണിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലായിരിക്കും. അപ്പോൾ എന്ത് ബാക്ക്വേർഡ് റിയാക്ഷൻ ആയിരിക്കും നടക്കുക. അപ്പോൾ മോർ എമൗണ്ട് ഓഫ് HIN വിൽ ബി ഫോംഡ്. അപ്പോൾ അസിഡിക് മീഡിയത്തിലാണെങ്കിൽ സംഗതി ഏത് കളറായിരിക്കും, ഈ HIN-ന്റെ കളറായിരിക്കും ഉണ്ടാവുക, ദാറ്റ് ഈസ് കളർ A. ക്ലിയർ ആണോ? അതായത് അസിഡിക് മീഡിയത്തിൽ കൂടുതൽ കോൺസെൻട്രേഷൻ ഓഫ് H+ ഉണ്ട്. എവിടെയാണോ കൂടുതൽ കോൺസെൻട്രേഷൻ ഉള്ളത് അവിടെ നിന്നും അതിൻ്റെ എക്സാക്ട് ഓപ്പോസിറ്റിലേക്ക് പോകും. കാരണം കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്ടൻ്റ് കൂടുമ്പോൾ പ്രോഡക്റ്റ് ഉണ്ടാവാനുള്ള ടെൻഡൻസി കൂടും. ഇവിടുത്തെ പ്രോഡക്റ്റ് എന്ന് പറയുമ്പം ഈ ആരോ ആയിരിക്കും വരിക. അപ്പോൾ ഈ റിയാക്ടൻ്റ് കൂടിയപ്പം ഈ ആരോയിലേക്കുള്ളത്, അതായത് ബാക്ക്വേർഡ് റിയാക്ഷൻ കൂടും, HIN-ന്റെ കോൺസെൻട്രേഷൻ കൂടും. അതുകൊണ്ട് A എന്ന് പറയുന്ന കളർ, അതായത് HIN-ന്റെ കളർ ആയിരിക്കും കാണിക്കുക. ഇനി ബേസിക് മീഡിയത്തിലാണെങ്കിൽ ഇവിടെ നോക്കിക്കേ, OH- ന്യൂട്രലൈസസ് H+. ഈ ജനറേറ്റ് ചെയ്യുന്ന H+നെ OH- എന്ത് ചെയ്യും, ന്യൂട്രലൈസ് ചെയ്യും. ഇതും H+ഉം ഈ OH- കൂടെ ചേർന്നിട്ട് H2O ആയിട്ട് പോവും. അപ്പോൾ ഇവിടെ IN-ന്റെ H+ന്റെ കോൺസെൻട്രേഷൻ കുറഞ്ഞു അവിടെ. അപ്പോൾ എന്ത് സംഭവിക്കും, ഇക്വിലിബ്രിയം ഷിഫ്റ്റ്സ് ടുവേർഡ്സ് റൈറ്റ്. അപ്പോൾ ഇവിടെ H+ അയോണിൻ്റെ കോൺസെൻട്രേഷൻ കുറയുക മീൻസ് ഇവിടെ നിന്ന് HIN വീണ്ടും ഡിസോസിയേറ്റ് ചെയ്ത് H+ഉം IN- ആയിട്ട് മാറും. അതായത് നമുക്ക് മോർ IN- ആയിരിക്കും. അപ്പോൾ ഇവിടെ കളർ B ആയിരിക്കും കാണുക. ഓക്കെ, അപ്പോൾ ഇവിടെയാണ് കളർ ചേഞ്ച് കാണുന്നത്. ഇങ്ങനെയാണ് ഡ്യൂ ടു ദി ഷിഫ്റ്റിംഗ് ഓഫ് ഇക്വിലിബ്രിയം. ഇതിൻ്റെ എക്സാമ്പിൾസ് നോക്കിക്കേ, ഫിനോഫ്തലിൻ ആണ് ഒരു എക്സാമ്പിൾ. ഫിനോഫ്തലിൻ എന്ന് പറയുന്ന ഒരു വീക്ക് ആസിഡ് ആണ്. അതിൻ്റെ pH റേഞ്ച് എന്ന് പറയുന്നത് 8.2 to 10.0 ആയിരിക്കും. അതിൻ്റെ pH റേഞ്ച് എന്ന് പറയുന്നത് വീക്ക് ആസിഡ് ആണ്, വളരെ വീക്ക് ആസിഡ് ആണ്. 8.7 എബോവിലേക്ക് വരുമ്പം, എബോവ് 7, X ഗ്രേറ്റർ ദാൻ 7 ആണെങ്കിൽ ഇത് ശരിക്കും ബേസിക് ആണ്. അപ്പോൾ ഇവിടെ 8.2 എന്ന് പറയുമ്പോൾ അത് ബേസിക് ആണ്, അതുകൊണ്ടാണ് വീക്ക് ആസിഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കളർലെസ് ആയിരിക്കും. HPH, ഇത് ആക്ച്വലി നമ്മുടെ ഫിനോഫ്തലിൻ എന്ന് പറയുന്നത് HPH എന്ന് പറയുന്ന കളർലെസ് ആണ്. അപ്പോൾ ഇത് ഡിസോസിയേറ്റ് ചെയ്താൽ നമുക്ക് H+ഉം PH- കിട്ടും. ഈ PH- എന്ന് പറയുന്ന ബേസിക് മീഡിയത്തിൽ ഇത് പിങ്ക് കളറായിരിക്കും കാണിക്കുക. അപ്പോൾ ഇൻ ആസിഡിലാണെങ്കിൽ ലെഫ്റ്റ് ഷിഫ്റ്റ് കളർലെസ്സിലേക്ക് പോകും, ഇൻ ബേസിലാണെങ്കിൽ റൈറ്റ് ഷിഫ്റ്റ് പിങ്ക് കളറിലേക്ക് പോകും. നമ്മൾ നേരത്തെ പഠിച്ച ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടായിരിക്കും ഇത് പോവുക.
അടുത്ത വേറൊരു ഇൻഡിക്കേറ്റർ ആണ്, സിന്തറ്റിക് ഇൻഡിക്കേറ്റർ ആണ് മീഥൈൽ ഓറഞ്ച് എന്ന് പറയുന്നത്. അതിന്റെ pH റേഞ്ച് എന്ന് പറയുന്നത് 3.1 to 4.4 ആണ്. നമുക്കറിയാം pH എന്ന് പറയുന്നത് ഇവിടെ pH എന്ന് പറയുന്നത് ഈസ് ലെസ് ദാൻ 7 ആണ്. അപ്പോൾ ഇത് അസിഡിക് ആണ്. അപ്പോൾ നമുക്ക് ഇതിന് പറയാം ഇതൊരു വീക്ക് ബേസ് ഇൻഡിക്കേറ്റർ ആണെന്ന് പറയാം. സോ ഇൻ അസിഡിക് മീഡിയത്തിൽ ഇതിന്റെ കളർ റെഡും ബേസിക് മീഡിയത്തിൽ ഇതിന്റെ കളർ യെല്ലോയും ആയിരിക്കും. ഇനി ഇതിന്റെ ലിമിറ്റേഷൻ, അതായത് നമ്മുടെ ഈ ഓസ്വാൾഡ് തിയറിയുടെ ലിമിറ്റേഷൻ ആണ് പറയുന്നത്. ഇറ്റ് കനോട്ട് എക്സ്പ്ലെയിൻ ഇൻഡിക്കേറ്റേഴ്സ് വിത്ത് കളർ ചേഞ്ച് നോട്ട് കോസ്ഡ് ബൈ അയണൈസേഷൻ. അപ്പോൾ ഇത് കളർ ചേഞ്ച്, ഇപ്പോൾ ഇവിടെ നമുക്ക് അയോണൈസേഷൻ നടക്കുമ്പോഴാണ് ഇവിടെ ബേസ് എന്നും ആസിഡ് എന്നും പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഓരോ കളർ പറയാൻ പറ്റുന്നത്. പക്ഷേ അയോണൈസേഷൻ നടക്കാത്ത കേസിലാണെങ്കിൽ നമുക്ക് ഈ ഒരു ഇൻഡിക്കേറ്റേഴ്സിൻ്റെ കളർ ചേഞ്ചിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയത്തില്ല. അതാണ് ഒന്നാമത്തെ ലിമിറ്റേഷൻ. രണ്ടാമത്തെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഡസ് നോട്ട് അക്കൗണ്ട് ഫോർ മോളിക്കുലർ സ്ട്രക്ചർ ഓർ റെസണൻസ് ഫോം. അപ്പോൾ ഫർദർ, അതായത് മോളിക്കുലർ സ്ട്രക്ചർ വെച്ചിട്ടല്ല നമ്മുടെ ഓസ്വാൾഡ് തിയറി പോയിരിക്കുന്നത്. ഓസ്വാൾഡ് തിയറി ഓഫ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത് ജസ്റ്റ് കോൺസെൻട്രേറ്റഡ് ഓൺ ദി അയോണൈസേഷനിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഇതിന് ലിമിറ്റേഷൻ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് പുതിയതായിട്ട് ഒരു തിയറി ഓഫ് ഇൻഡിക്കേറ്റർ വന്നു. അതാണ് ക്യുനോയിഡ് തിയറി ഓഫ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്. ക്യുനോയിഡ് തിയറി ഓഫ് ഇൻഡിക്കേറ്റേഴ്സ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ സ്ട്രക്ചറൽ ചേഞ്ചസ് വിത്തിൻ ദി ഇൻഡിക്കേറ്റർ മോളിക്യൂളിനകത്തുള്ള സ്ട്രക്ചറൽ ചേഞ്ചിനെ ബേസ് ചെയ്തിട്ടാണ് ക്യുനോയിഡ് തിയറി ഓഫ് ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ക്യുനോയിഡ് തിയറി ഓഫ് ഇൻഡിക്കേറ്റർ എന്ന് പറയുമ്പോൾ ഇവിടെ ഇതിൻ്റെ പ്രിൻസിപ്പിൾ നോക്കാം. അതിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഇൻഡിക്കേറ്റേഴ്സ് എക്സിസ്റ്റ് ഇൻ 2 ടോട്ടോമറിക് ഫോംസ്. ഇൻഡിക്കേറ്റേഴ്സ് 2 ടോട്ടോമറിക് ഫോംസിൽ എക്സിസ്റ്റ് ചെയ്യും. ഒന്നാമത്തേത് ബെൻസിനോയിഡും രണ്ടാമത്തേത് ക്യുനോയിഡും. ബെൻസിനോയിഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബെൻസീൻ്റെ ഷേപ്പ് ഉള്ളത്, അതായത് ക്ലോസ്ഡ് റിംഗ് ആയിരിക്കും, യൂഷ്വലി കളർലെസ് ആയിരിക്കും. ബെൻസീൻ്റെ റിംഗ് ഷേപ്പ് ഉള്ളത് കളർലെസ് ആയിരിക്കും. ഇനി രണ്ടാമത്തെ 2 ടോട്ടോമറിക് ഫോമിൽ രണ്ടാമതാണ് ക്യുനോയിഡ് ഫോം. ക്യുനോയിഡ് ഫോമിന് ഓപ്പൺ സ്ട്രക്ചർ ആയിരിക്കും, കോൺജുഗേഷൻ ഉണ്ടായിരിക്കും, അത് കളേർഡ് ആയിരിക്കും. അപ്പോൾ ക്യുനോയിഡ് ഫോം കളേർഡും ബെൻസിനോയിഡ് ഫോം കളർലെസ്സുമാണെന്ന് പറയുന്ന തിയറിയാണ് ക്യുനോയിഡ് തിയറി ഓഫ് ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ക്യുനോയിഡ് തിയറി ഓഫ് ഇൻഡിക്കേറ്ററിൽ അവർ അയണൈസേഷൻ അല്ല നോക്കുന്നത്, സ്ട്രക്ചറൽ ഡിറ്റർമിനേഷൻ ആണ് നോക്കുന്നത്. അപ്പോൾ ഇവിടെ 2 ടോട്ടോമറിക് ഫോംസിലാണ് ഇൻഡിക്കേറ്റർ എക്സിസ്റ്റ് ചെയ്യുന്നത്. ഒരെണ്ണം ബെൻസിനോയിഡ്, അത് ക്ലോസ്ഡ് റിംഗ് ആണെന്നും മറ്റേത് ക്യുനോയിഡ്, അത് ഓപ്പൺ സ്ട്രക്ചർ വിത്ത് കോൺജുഗേഷൻ ആണെന്നും ഉള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. The acidic or basic nature of the medium shifts equilibrium between these forms. അപ്പോൾ അസിഡിക് നേച്ചറും ബേസിക് നേച്ചറും ഈ 2 ഫോം, അതായത് നമ്മുടെ ക്യുനോയിഡ് ഫോമിൻ്റെയും ബെൻസിനോയിഡ് ഫോമിനെ ബേസ് ചെയ്തിട്ടായിരിക്കും അവിടെ ഇക്വിലിബ്രിയം ഷിഫ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ക്യുനോയിഡ് തിയറി എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് അതിന് ഫിനോഫ്തലിൻ എക്സാമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ, ഫിനോഫ്തലിൻ ആക്ച്വലി കളർലെസ് ആണ് എവിടെ? ആസിഡിക് മീഡിയത്തിൽ. അപ്പോൾ ആസിഡിക് മീഡിയത്തിൽ കളർലെസ് ആവണമെങ്കിൽ അത് ഏത് ഫോം ആയിരിക്കണം? ബെൻസിനോയിഡ് ഫോം ആയിരിക്കണം അല്ലേ? ഇനി ബേസിലാണെങ്കിൽ നമ്മുടെ ഫിനോഫ്തലിൻ പിങ്ക് കളർ ആയിരിക്കും കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കും? ഈ ബെൻസിനോയിഡ് ഫോം കൺവേർട്സ് ക്യുനോയിഡ് സ്ട്രക്ചർ വിയ ഡീപ്രോട്ടനേഷൻ മീൻസ് H+ അയോണെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ബെൻസിനോയിഡ് ഫോമിൽ നിന്ന് ക്യുനോയിഡ് സ്ട്രക്ചർ, നമ്മൾ നേരത്തെ പറഞ്ഞ ക്യുനോയിഡ് സ്ട്രക്ചർ എന്ന് പറയുന്നത് ഓപ്പൺ സ്ട്രക്ചറാണ്, അതിനകത്ത് കോൺജുഗേഷൻ ഉണ്ട്. ബെൻസിനോയിഡ് ഫോം എന്ന് പറയുന്നത് ക്ലോസ്ഡ് സ്ട്രക്ചറാണ്. അപ്പോൾ ഇവിടെ ബെൻസിനോയിഡ് ഫോം ബേസിലേക്ക് വരുമ്പോഴേക്കും അത് കൺവേർട്ടായി ക്യുനോയിഡ് സ്ട്രക്ചർ ആവും. എങ്ങനെയാണ് അത് കൺവേർട്ട് ആവുന്നത്? ഡീപ്രോട്ടനേഷൻ വഴി. അങ്ങനെ അവർ പിങ്ക് കളർ അറ്റൈൻ ചെയ്യും. മീഥൈൽ ഓറഞ്ച് ആണെങ്കിലോ അസിഡിക് മീഡിയത്തിൽ റെഡ് ഫോം ആണ്. അപ്പോൾ റെഡ് കളറാണ്, ക്യുനോയിഡ് സ്ട്രക്ചറാണ്. ഇറ്റ് സ്റ്റെബിലൈസ്ഡ് ബൈ പ്രോട്ടോണേഷൻ. ശ്രദ്ധിക്കണേ, മീഥൈൽ ഓറഞ്ച് ക്യുനോയിഡ് തിയറിയിൽ റെഡ് ഫോം എന്ന് പറയുന്ന അസിഡിക് ആണ്, അത് ക്യുനോയിഡ് സ്ട്രക്ചറാണ്. യെല്ലോ ഫോം ബേസിക് ആണ്, അത് ബെൻസിനോയിഡ് ഫോം ആണ്. ഓക്കെ, അപ്പോൾ ഡീപ്രോട്ടനേഷൻ ആണ് നടക്കുന്നത്. ക്യുനോയിഡിന്റെ ഡീപ്രോട്ടനേഷൻ നടന്ന് ബെൻസിനോയിഡ് ഫോം ചെയ്യുന്നു, ബേസിക് യെല്ലോ ഫോം. ഓക്കെ, അതൊന്ന് ശ്രദ്ധിച്ചോണേ. ഇനി ഇതിൻ്റെ ഇമ്പോർട്ടൻസ് നോക്കാം. ഈ നമ്മുടെ ക്യുനോയിഡ് തിയറി എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻസ് കളർ ചേഞ്ച് ത്രൂ മോളിക്കുലർ റെസൊണൻസ് ആൻഡ് ഇലക്ട്രോണിക് സ്ട്രക്ചർ. നമ്മൾ പറഞ്ഞു ഓപ്പൺ സ്ട്രക്ചർ ഉണ്ട്, കോൺജുഗേഷൻ ഉണ്ട്, ബെൻസിനോയിഡ് ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ അവിടെ മോളിക്കുലർ റെസൊണൻസും അതുപോലെ തന്നെ ഇലക്ട്രോണിക് സ്ട്രക്ചറും വെച്ചിട്ടാണ് കളർ ചേഞ്ച് നടക്കുന്നത്. അപ്പോൾ ഇറ്റ് എക്സ്പ്ലെയിൻസ് കളർ ചേഞ്ച് ത്രൂ മോളിക്കുലർ റെസൊണൻസ് ആൻഡ് ഇലക്ട്രോണിക് സ്ട്രക്ചർ. കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആണ് കമ്പയർഡ് ടു ഓസ്വാൾഡ് തിയറി ഓഫ് ഇൻഡിക്കേറ്റർ. ഇനി യൂസ്ഫുൾ ഫോർ നോൺ അയനൈസിങ് ഇൻഡിക്കേറ്റേഴ്സ് വേർ ഓസ്വാൾഡ് തിയറി ഫെയിൽസ്. അപ്പോൾ നോൺ അയനൈസിങ് ഇൻഡിക്കേറ്റേഴ്സിനും നമ്മുടെ ക്യുനോയിഡ് തിയറി എന്ന് പറയുന്നത് ഫേവറബിൾ ആണ്.
ഇനി നമുക്ക് ഈ രണ്ട് തിയറിയുടെയും കൂടി ഒരു കമ്പാരിസൺ നോക്കാം. ആദ്യത്തേതെന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ ആസിഡ് ബേസ് ഡിസോസിയേഷൻ ആണ്. ഏതാ നമ്മുടെ ഓസ്വാൾഡ് തിയറി. അറീനിയസിന്റെ ആസിഡ് ബേസ് ആണ് അവർ എടുത്തിരിക്കുന്നത്. കിനോയിഡ് തിയറി എന്ന് പറയുമ്പോൾ സ്ട്രക്ചറൽ ആണ്, ടോട്ടോമറിസം ആണ്. അവിടെ നമ്മുടെ ഐസോമറിസം പറയുവാണെങ്കിൽ ടോട്ടോമറിസം ആണ്. ഇനി നമ്മുടെ ഓസ്വാൾഡിന്റെ ഡൈലൂഷൻ തിയറി ഓസ്വാൾഡിന്റെ തിയറി ഓഫ് ഇൻഡിക്കേറ്റർ ഈസ് അപ്ലൈക്കബിൾ ടു വീക്ക് ആസിഡ്സ് ഓർ ബേസസ്. അപ്പോൾ വീക്ക് ആസിഡിനെ ബേസിനെയാണ് ഇവിടെ നമ്മൾ ഇത് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ, ഇവിടെ ക്യുനോയിഡ് തിയറി എന്ന് പറയുന്നത് ഇൻഡിക്കേറ്റേഴ്സ് വിത്ത് കളർ ഡ്യൂ ടു റെസൊണൻസ് മൂലം ഉണ്ടാവുന്ന മോളിക്കുലർ സ്ട്രക്ചറൽ ചേഞ്ച് ഉള്ള കോമ്പൗണ്ട്സിന് വരെ നമുക്ക് അപ്ലിക്കബിൾ ആവുന്നതാണ് കിനോയിഡ് തിയറി എന്ന്. അറീനിയസ് തിയറി വെച്ചിട്ടുള്ള നമ്മുടെ ഓസ്വാൾഡ് തിയറി ഓഫ് ഇൻഡിക്കേറ്റേഴ്സ് ആണ് പറയുന്നത് കളർ ചേഞ്ചസ് ഡ്യൂ ടു ഷിഫ്റ്റ് ഇൻ അയനൈസേഷൻ ഇക്വിലിബ്രിയം. അയനൈസേഷൻ ഇക്വിലിബ്രിയത്തിലുള്ള ഷിഫ്റ്റ് ആണ് കളർ ചേഞ്ചിന് കാരണം. അതേസമയം നമ്മുടെ കിനോയിഡ് തിയറി പറയുന്നത് ബെൻസിനോയിഡ് ആൻഡ് ക്യുനോയിഡ് ഫോംസ് തമ്മിലുള്ള ഷിഫ്റ്റിംഗ് ആണ് കളർ ചേഞ്ചിന് കാരണമെന്ന് പറയുന്നു. ഇനി ഓസ്വാൾഡ് തിയറി ഓഫ് ഇൻഡിക്കേറ്റേഴ്സ് പറയുന്നത് അയണൈസബിൾ ഇൻഡിക്കേറ്റേഴ്സ്, അതായത് നമ്മുടെ ഇൻഡിക്കേറ്റേഴ്സ് അയണൈസബിൾ ആണ് എന്നാണ് പറയുന്നത്. അങ്ങനെ നമ്മൾ വെച്ചിട്ട് പ്രൂവ് ചെയ്തു HIN. ഇവിടെ സ്ട്രക്ചറൽ ഇൻഡിക്കേറ്റർ ആണ് കിനോയിഡ് തിയറി മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. പിന്നെ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഫിനോഫ്തലിൻ pH ഡിപ്പെൻഡൻ്റ് ആണ്. ഫിനോഫ്തലിൻ, മീഥൈൽ ഓറഞ്ച് ഇതിനെയൊക്കെ നമുക്ക് pH ഡിപ്പെൻഡിങ് ആണ് നമുക്ക് എന്ത് പറയുന്നത് ഓസ്വാൾഡ് തിയറിയിൽ പറയുന്നത്. എന്നാൽ മറ്റേ ഫിനോഫ്തലിൻ, മീഥൈൽ ഓറഞ്ച് ഇവയൊക്കെ എന്താണ് സ്ട്രക്ചറൽ ആണ് പറയുന്നത്. കോമൺ ഇൻഡിക്കേറ്റേഴ്സിന്റെ ചാർട്ടാണ് നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അവിടെ നമുക്ക് ഫിനോഫ്തലിൻ അറിയാം, അതൊരു വീക്ക് ആസിഡ് ആണ്. pH റേഞ്ച് എന്ന് പറയുന്നത് 8.2 to 10.0 ആണ്. ആസിഡിലെ കളർ എന്ന് പറയുന്നത് കളർലെസ് ആണ്. അതുപോലെ തന്നെ ബേസിലെ കളർ എന്ന് പറയുന്നത് പിങ്ക് ആണ്. pH റേഞ്ച് ഒന്ന് നോക്കുകയാണെങ്കിൽ 8.2 to 10.0 വീക്ക് ആസിഡ് ആണ്. മീഥൈൽ ഓറഞ്ച് ആണെങ്കിൽ വീക്ക് ബേസ് ആണ്, അതായത് 3.1 to 4.4 ആണ് അതിൻ്റെ pH റേഞ്ച് എന്ന് പറയുന്നത്. അസിഡിക് മീഡിയത്തിൽ അതിൻ്റെ കളർ റെഡ് ആണ്, ബേസിക് മീഡിയത്തിൽ അതിൻ്റെ കളർ യെല്ലോ ആണ്, റെഡും യെല്ലോവും. അഗെയിൻ മീഥൈൽ റെഡ് ആണെങ്കിൽ അതിൻ്റെ pH എന്ന് പറയുന്നത് 4.4 to 6.2 ആണ്, അത് വീക്ക് ആസിഡ് ആണ്. വീക്ക് ആസിഡ് ആണ്. അതു അസിഡിക് മീഡിയത്തിൽ അതിൻ്റെ കളർ റെഡ് ആണ്, ബേസിക് മീഡിയത്തിൽ അതിൻ്റെ കളർ യെല്ലോ ആണ്. ഇൻഡിക്കേറ്റർ ആണ് ബ്രോമോതൈമോൾ ബ്ലൂ എന്ന് പറയുന്നത്. ബ്രോമോതൈമോൾ ബ്ലൂവിൻ്റെ pH റേഞ്ച് നോക്കുവാണെങ്കിൽ അത് 6.0 7.6 വരെയാണ് pH റേഞ്ച് വരുന്നത്. 6.0 7.6 എന്നൊക്കെ പറയുമ്പോൾ അതൊരു വീക്ക് ആസിഡ് ആണ്. അസിഡിക് മീഡിയത്തിൽ അതിൻ്റെ കളർ യെല്ലോ ആണ്, ബേസിക് മീഡിയത്തിൽ അതിൻ്റെ കളർ ബ്ലൂ ആണ്. കണ്ടോ, ബ്രോമോതൈമോൾ ബ്ലൂ ഓർത്താൽ മതി. ബേസിക് മീഡിയത്തിൽ കളർ ബ്ലൂ ആണ്, അസിഡിക് മീഡിയത്തിൽ യെല്ലോ ആണ്. ലിറ്റ്മസ് ആണെങ്കിൽ നാച്ചുറൽ ഇൻഡിക്കേറ്റർ ആണ്, 4.5 to 8.3 ആണ്. അസിഡിക് മീഡിയത്തിൽ അതിൻ്റെ കളർ റെഡ് ആണ്, ബേസിക് മീഡിയത്തിൽ അതിൻ്റെ കളർ ബ്ലൂ ആണ്. ഇനി നമ്മുടെ ഇൻഡിക്കേറ്റേഴ്സിൻ്റെ ആപ്ലിക്കേഷൻസ് നോക്കാം. ലബോറട്ടറി ആപ്ലിക്കേഷൻ ഉണ്ട്, ആസിഡ് ബേസ് ടൈട്രേഷൻ, ഐഡന്റിഫൈങ് അൺനോൺ സൊല്യൂഷൻ. അപ്പോൾ ടു ഫൈൻഡ് ദ എൻഡ് പോയിന്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആസിഡ് ബേസ് ടൈട്രേഷനിൽ നമ്മൾ ശരിക്കും ഫിനോഫ്തലിൻ യൂസ് ചെയ്യുന്നുണ്ട്. അത് ഫിനോഫ്തലിൻ എന്ന് പറയുന്നത് ഒരു സിന്തറ്റിക് ഇൻഡിക്കേറ്റർ ആണ്. അപ്പോൾ ലബോറട്ടറി യൂസ് എന്ന് പറയുന്നത് ഈ ഐഡന്റിഫൈങ് അൺനോൺ സൊല്യൂഷൻ, ഇപ്പോൾ ആസിഡ് ആണോ ബേസ് ആണോ എന്ന് കണ്ടുപിടിക്കാൻ, പിന്നെ അതുപോലെ തന്നെ ആസിഡ് ബേസ് ടൈട്രേഷൻ്റെ സമയത്തൊക്കെയാണ് നമ്മൾ ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യുന്നത്. ഇനി ഇൻഡസ്ട്രിയിലാണെങ്കിൽ സോയിലിൻ്റെ pH, അതായത് pH ഓഫ് ദ സോയിൽ അഗ്രികൾച്ചറിന് ഓക്കെ ആണോ, സ്യൂട്ടബിൾ ആണോ ഈ സോയിൽ എന്നുള്ളത്, അല്ലെങ്കിൽ അങ്ങനെ ഇൻഡസ്ട്രിയൽ പർപ്പസിൽ സോയിലിൻ്റെ pH, അഗ്രികൾച്ചറിൽ സോയിലിൻ്റെ pH ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ വാട്ടർ ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഫുഡ് ആൻഡ് ബീവറേജിലൊക്കെ അസിഡിറ്റി ടെസ്റ്റിങ്ങിനും നമ്മളിത് ഉപയോഗിക്കാറുണ്ട്. പിന്നെ മെഡിസിനിലാണെങ്കിൽ യൂറിനറി pH, ഗ്യാസ്ട്രിക് ആസിഡ് അനാലിസിസ്, ഇവിടെയൊക്കെ നമ്മൾക്ക് ഇൻഡിക്കേറ്റേഴ്സ് യൂസ്ഫുള്ളായി വരുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ MCQs നോക്കാം. MCQs വിത്ത് എക്സ്പ്ലനേഷൻ ആണ്. ഫസ്റ്റ് ഈസി ലെവൽ നോക്കാം. ഇപ്പം ഇന്നത്രയും കേട്ടതിൻ്റെ ബേസിൽ നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഫിനോഫ്തലിൻ ടേൺസ് ആൻസർ കൊടുത്തിട്ടുണ്ട്, പക്ഷേ ആൻസറിൽ നോക്കാതെ ഒന്ന് പറയണേ. ഫിനോഫ്തലിൻ ടേൺസ് പിങ്ക് ഇൻ, അത് പിങ്ക് കളർ എവിടെയായിരിക്കും, ബേസിക് മീഡിയത്തിലായിരിക്കും അല്ലേ. അപ്പോൾ ഫിനോഫ്തലിൻ അയനൈസസ് ഇൻ ബേസിക് മീഡിയം ടു ഫോം pH മൈനസ്. അതാണ് അതിൻ്റെ എക്സാക്ട് റീസൺ, എന്തുകൊണ്ടാണ് ബേസിൽ അത് പിങ്ക് കളറായിട്ട് മാറുന്നത്. ഫിനോഫ്തലിൻ അയനൈസസ് ഇൻ ബേസിക് medium to form pH minus which is pink in color.
രണ്ടാമത്തെ ചോദ്യം ഇതാണ്, വിച്ച് ഇൻഡിക്കേറ്റർ ഈസ് യൂസ്ഡ് ഇൻ ദ ടൈട്രേഷൻ ബിറ്റ്വീൻ സ്ട്രോങ് ആസിഡ് ആൻഡ് വീക്ക് ബേസ്. സ്ട്രോങ് ആസിഡും വീക്ക് ബേസിനെ ടൈട്രേഷന് ഉൾപ്പെടുത്തുന്ന ഇൻഡിക്കേറ്റർ ഇതിനകത്ത് ഏതാണെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് മീഥൈൽ ഓറഞ്ച് പറയാം. വിച്ച് ഇൻഡിക്കേറ്റർ ഈസ് യൂസ്ഡ് ഇൻ ടൈട്രേഷൻ ബിറ്റ്വീൻ സ്ട്രോങ് ആസിഡ് ആൻഡ് വീക്ക് ബേസ്. സ്ട്രോങ് ആസിഡ് സ്ട്രോങ് ബേസ് ആയിരുന്നെങ്കിൽ നമുക്ക് ഫിനോഫ്തലിൻ യൂസ് ചെയ്യാമായിരുന്നു. പക്ഷേ ഇത് സ്ട്രോങ് ആസിഡ് വീക്ക് ബേസ് ആണ്. അപ്പോൾ വീക്ക് ബേസ് ആയതുകൊണ്ട് തന്നെ നമ്മളിവിടെ മീഥൈൽ ഓറഞ്ച് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ മീഥൈൽ ഓറഞ്ച് ഈസ് എഫക്റ്റീവ് ഇൻ അസിഡിക് pH റേഞ്ചിലാണ് നമ്മുടെ മീഥൈൽ ഓറഞ്ച്. 3.3 to 4.4 സംതിങ് ആണ് അതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത്. നോക്കിക്കേ, നമ്മൾ മേലെ പഠിച്ചായിരുന്നു. അതുകൊണ്ട് തന്നെ മീഥൈൽ ഓറഞ്ച് ആയിരിക്കും ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. മൂന്നാമത്തെ ചോദ്യം, ഇൻ അസിഡിക് സൊല്യൂഷൻ മീഥൈൽ ഓറഞ്ച് അപ്പിയേഴ്സ് യെല്ലോ, റെഡ്, പിങ്ക്, ബ്ലൂ. ഏതായിരിക്കും അസിഡിക് സൊല്യൂഷനിൽ മീഥൈൽ ഓറഞ്ചിൻ്റെ കളറ്? അസിഡിക് സൊല്യൂഷനിൽ മീഥൈൽ ഓറഞ്ചിൻ്റെ കളറും മീഥൈൽ റെഡിൻ്റെ കളറും റെഡ് കളറാണ്. അസിഡിക് സൊല്യൂഷനിൽ മീഥൈൽ ഓറഞ്ചിൻ്റെ കളറും മീഥൈൽ റെഡിൻ്റെ കളറും റെഡ് കളറാണ്. ആൻസർ റെഡ്. ഇനി നമുക്ക് ഒരു മോഡറേറ്റ് ലെവൽ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് തിയറി എക്സ്പ്ലെയിൻസ് കളർ ചേഞ്ച് ഇൻ ഫിനോഫ്തലിൻ ഡ്യൂ ടു അയോണൈസേഷൻ? അയോണൈസേഷൻ വഴി ഫിനോഫ്തലിൻ്റെ കളർ ചേഞ്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്ന തിയറി ഏതാണ്? ഓപ്ഷൻ എ കിനോയിഡ് തിയറി, ഓപ്ഷൻ ബി ഓസ്വാൾഡ് തിയറി, ഓപ്ഷൻ സി ലൂയിസ് തിയറി, ഓപ്ഷൻ ഡി ബ്രോൺസ്റ്റഡ് തിയറി. ഏതായിരിക്കും? ഓസ്വാൾഡ് തിയറി അല്ലേ? തെറ്റ്. കറക്റ്റ് ആൻസർ ഏതാണ്? ഓസ്വാൾഡ് തിയറി. കാരണം ഓസ്വാൾഡ് തിയറി തന്നെയാണ് അയോണൈസേഷൻ ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പറഞ്ഞ കേട്ടോ. ഓസ്വാൾഡ് തിയറിയാണ്, ഓസ്വാൾഡ് തിയറി ഓഫ് ഇൻഡിക്കേറ്റർ ആണ് അയോണൈസേഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നമ്മളിപ്പോൾ പഠിച്ചതാണ്. അടുത്തത്, ദ ക്യുനോയിഡ് ഫോം ഓഫ് ആൻ ഇൻഡിക്കേറ്റർ ഈസ് റെസ്പോൺസിബിൾ ഫോർ. ക്യുനോയിഡ് തിയറി ഓഫ് ഇൻഡിക്കേറ്റർ ഈസ് റെസ്പോൺസിബിൾ ഫോർ എന്തിന് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന? ന്യൂട്രലൈസേഷൻ, കളർ ചേഞ്ച്, അയോൺ ചേഞ്ച്, pH ഇൻക്രീസ്. അപ്പോൾ ക്യുനോയിഡ് തിയറി എന്തിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ക്യുനോയിഡ് ഫോം ഓഫ് ആൻ ഇൻഡിക്കേറ്റർ ഇൻഡിക്കേറ്റിംഗ് കളർ ചേഞ്ചിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഇൻഡിക്കേറ്റർ ഈസ് കളർലെസ് ഇൻ ആസിഡിക് ആൻഡ് പിങ്ക് ഇൻ ബേസ്? Which indicator is colorless in acid and pink in base? ഏതാണ്? മീഥൈൽ ഓറഞ്ച്, ഫിനോഫ്തലിൻ, ബ്രോമോതൈമോൾ ബ്ലൂ, മീഥൈൽ റെഡ്. കറക്റ്റ് ആൻസർ ഈസ് ഫിനോഫ്തലിൻ. ഫിനോഫ്തലിനാണ് ആസിഡിക് മീഡിയത്തിൽ കളർലെസ്സും ബേസിക് മീഡിയത്തിൽ പിങ്കും. ഇനി ഹയർ ലെവൽ ക്വസ്റ്റ്യൻ ആണ്, why does phenolphthalein show color in base but not in acid? ബേസിൽ ഫിനോഫ്തലിൻ ഏത് കളർ കാണിക്കും? പിങ്ക് കളർ കാണിക്കും. പക്ഷെ ആസിഡിൽ കളർ കാണിക്കത്തില്ല. കാരണം എന്താണ് ചോദ്യം? ഒന്നാമത്തെ, ക്യുനോയിഡ് ഫോം സ്റ്റേബിൾ ഇൻ ആസിഡ്. ഫസ്റ്റ് ഓപ്ഷൻ പറയുന്നത് ക്യുനോയിഡ് ഫോം സ്റ്റേബിൾ ഇൻ ആസിഡ്. സെക്കൻഡ് ഓപ്ഷൻ, ഇറ്റ് ഈസ് എ വീക്ക് ബേസ്. തേർഡ് ഓപ്ഷൻ, ബെൻസിനോയിഡ് ഫോം ഈസ് കളർലെസ് ആൻഡ് ക്യുനോയിഡ് ഫോം ഈസ് പിങ്ക്. ഓപ്ഷൻ ഡി, ഇറ്റ് ഓക്സിഡൈസസ് ഇൻ ബേസ്. കറക്റ്റ് ആൻസർ സി തന്നെയാണ്, ബെൻസിനോയിഡ് ഫോം ഈസ് കളർലെസ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അടുത്ത എട്ടാമത്തെ ചോദ്യം, വിച്ച് ഇൻഡിക്കേറ്റർ ഷോസ് എ കളർ ചേഞ്ച് അറൌണ്ട് ന്യൂട്രൽ pH? ന്യൂട്രൽ pHന്റെ സമയം ആ ഒരു pH റേഞ്ചിൽ കളർ ചേഞ്ച് കാണിക്കുന്നത് ഏതാണ്? ബ്രോമോതൈമോൾ ബ്ലൂ ആണ്. അത് ബേസിൽ ബ്ലൂ കളറും ആസിഡിക് മീഡിയത്തിൽ യെല്ലോ കളറുമായിരിക്കും കാണിക്കുന്നത്. ഓക്കെ, നയൻത് ക്വസ്റ്റ്യൻ, ദ ഇൻഡിക്കേറ്റർ ദാറ്റ് വർക്ക്സ് ബെസ്റ്റ് ഫോർ വീക്ക് ആസിഡ് വേഴ്സസ് സ്ട്രോങ് ബേസ് ടൈട്രേഷൻ. അപ്പോൾ വീക്ക് ആസിഡ് സ്ട്രോങ് ബേസിനാണെങ്കിൽ ബെസ്റ്റ് ഗുഡ് ഏതാണ്? ഫിനോഫ്തലിൻ ആണ്. കാരണം നമ്മുടെ ഫിനോഫ്തലിൻ്റെ റേഞ്ച് തന്നെയാണ്. ഫിനോഫ്തലിൻ്റെ വീക്ക് ആസിഡ് ആണ്. അതുകൊണ്ട് തന്നെ വീക്ക് ആസിഡ് സ്ട്രോങ് ബേസ് ടൈട്രേഷന് നമുക്ക് ഫിനോഫ്തലിൻ ഉപയോഗിക്കാം. അടുത്തത് പത്താമത്തെ ചോദ്യം, അക്കോർഡിംഗ് ടു ക്യുനോയിഡ് തിയറി ദ സ്ട്രക്ചറൽ ട്രാൻസിഷൻ ഇൻ മീഥൈൽ ഓറഞ്ച് ഈസ് ബിറ്റ്വീൻ. അപ്പോൾ മീഥൈൽ ഓറഞ്ചിനുള്ള സ്ട്രക്ചറൽ ട്രാൻസിഷൻ ആരൊക്കെ തമ്മിലായിരിക്കും എന്നാണ് ക്യുനോയിഡ് തിയറിയിൽ വെച്ചിട്ട് പറയുന്നതെന്ന് ചോദിക്കുന്നത്. ഓപ്ഷൻ എ, 2 ബെൻസിനോയിഡ് ഫോം. ഓപ്ഷൻ ബി, റെഡ് ആൻഡ് ബ്ലൂ അയോൺസ്. ഓപ്ഷൻ സി, ക്യുനോയിഡ് ആൻഡ് ബെൻസിനോയിഡ് ഫോം. ഓപ്ഷൻ ഡി, പ്രോട്ടനേറ്റഡ് ആൻഡ് ഓക്സിഡൈസ്ഡ് സ്റ്റേറ്റ്. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. അതിൻ്റെ കറക്റ്റ് ആൻസർ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് തരാം. ഓക്കെ, മറ്റൊരു വീഡിയോയിൽ കാണുന്നിടം വരെ സ്റ്റേ ട്യൂൺഡ്.